ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ വിളിച്ചിരിക്കുന്നുണ്ട്. ഗൈസ് പുലർച്ചെ 2 മണിക്ക് എണീറ്റിട്ട് ഞങ്ങൾ ഈ പോകുന്ന സ്ഥലം എവിടെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെന്തായാലും ഇപ്പോൾ പറയുന്നില്ല, ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇർഷാദിനെയും രാഹുലിനെയും ഒരു സ്പോട്ടിൽ പോയിട്ട് എടുക്കാണ്ട്. അപ്പോൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ ഒരു തരി പോലും സ്കിപ്പ് ചെയ്യണ്ട. നിങ്ങൾക്ക് നല്ലൊരു എൻജോയ്മെൻറ്റ് ഫണ്ണി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. ആ വരുന്ന യെല്ലോ ടീഷർട്ടാണ് രാഹുൽ. ഇർഷാദിനെ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്താ പറയാളേ രാഹുലേ ഒരാള് പേര് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം നെയ്മ്. നമ്മളിപ്പോൾ പോകുന്ന ഈ ലൊക്കേഷൻ്റെ പേരാണ് മിർഫ. ഇത് അബുദാബിയിൽ തന്നെ ഒരു സ്പോട്ടാണ്. പക്ഷേ അബുദാബി സിറ്റിയിൽ നിന്ന് ഒരു 1.5 hour നമുക്ക് ഡ്രൈവ് ചെയ്യണം ഈ ലൊക്കേഷനിലേക്ക് എത്തണമെങ്കിൽ. ഇവിടെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഒരു ഗ്യാദർ ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. എന്താണ് എഴുതിയത്? അഡ്വഞ്ചർ വൈറ്റ് റോളിംഗ്. ഇതാണ് ഹോണ്ടഡ് ആയിട്ടുള്ള ഗൈസ്. ഇത് ഹോണ്ടഡ് ആയിട്ടുള്ള വിജനമായ സ്ഥലമാണ്. ഇവിടെ എന്ത് സംഭവിക്കാം. പണ്ടുള്ള ആൾക്കാർ പറയുന്നു ഇവിടെ യക്ഷികൾ വന്ന് കൂട്ടം കൂടി ചിരിക്കാറുണ്ട്, അഭ്യസിക്കാറുണ്ടെന്നൊക്കെ. ഞങ്ങൾ അതിനെയൊക്കെ വകവയ്ക്കാതെ ഇതാ മുന്നോട്ട് നിങ്ങൾക്ക് കാഴ്ചകൾ സമ്മാനിക്കാനായിട്ട് ഞങ്ങളിതാ മുന്നോട്ട് പോയി. വണ്ടിന്റെ പമ്പറുകളൊക്കെ വരുത്തുന്ന സൗണ്ട്. വണ്ടിയുടെ ഓഫ് റോഡ് ഇനി കുറച്ചൊരു ഓഫ് റോഡ് ഉണ്ട് ഗൈസ്. വണ്ടിയുടെ സസ്പെൻഷൻ ആൾറെഡി പൊട്ടിയിരിക്കുകയാണ്. അതിന്റെ മൗണ്ടിങ് ഒക്കെ പോയി കിടക്കുന്നുണ്ട്. എഫക്ട് ചെയ്യും. അത് വെറും യാദൃശ്ചികം മാത്രമാണ്. ഇത് ഓഫ് റോഡ് മാത്രമാണ് ഗൈസ്. വണ്ടി ഞങ്ങൾക്ക് പ്രശ്നമില്ല ഗൈസ്. വണ്ടിയാണ് പ്രശ്നം ഗൈസ്. എന്റെ വണ്ടി നിർത്തടാ വണ്ടി നിർത്തടാ. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കുറേ ലൈറ്റ്സ് ഒക്കെ കടലിൽ. അതൊക്കെ ക്രാബിങ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതുവരെ ഈ ലൊക്കേഷനിൽ വന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലേ? സോറി ഗൈസ്. ആക്ച്വലി ഞങ്ങൾ ഇവിടെ വന്നത് എന്താ വെച്ചാൽ ക്രാബിങ്ങിനാണ്. ഇതൊരു നല്ല ക്രാബിങ് സ്പോട്ടാണ്. ഞങ്ങൾ ഈ സ്ഥലത്തുനിന്ന് മുന്നേ 10, 15, 20 കിലോനൊക്കെ ക്രാബ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് ക്രാബിംഗ് ടീം. ശശി ചന്ദ്രൻ, ഞങ്ങളുടെ ടീമിലെ ചന്ദ്രൻ. അത് ആകാശത്ത് വേറൊരു ചന്ദ്രൻ. ഇതാണ് ഗൈസ് ഇർഷാദിന്റെയും രാഹുലിന്റെയും കോസ്റ്റ്യൂംസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഏതൊക്കെ ഇറക്കില്ല അങ്ങനെ. ടോം ആൻഡ് ജെറി കളി നടക്കുന്നുണ്ട് ഇവിടെ. ടോമും ജെറിയും പൂച്ചയുടെ നായല്ലേ. ഗൈസ് ക്രാബിങ്ങിന് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ടൈഡ്. ലോ ടൈഡ് ഉണ്ട്, ഹൈ ടൈഡ് ഉണ്ട്. നമുക്ക് ലോ ടൈഡിന് പോയാലാണ് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് പിടിക്കാൻ പറ്റുള്ളൂ. ഹൈ ടൈഡ് ആയാൽ പിന്നെ നമുക്ക് ഞണ്ടിനെ കിട്ടില്ല. ഞങ്ങളിന്ന് വന്ന ടൈമിങ് കുറച്ച് തെറ്റി. മുർഷി ഞണ്ടിന് വേണ്ടി തപ്പുകയാണ് ഗൈസ്. എന്തോ ഒന്ന് കിട്ടിയത് പോലെ
പറ്റില്ല. ഒരമ്മ പെറ്റ മക്കളെ പോലെ ഗൈസ് രണ്ടുപേരും ഞണ്ടിനെ തെരഞ്ഞിട്ടുള്ള ഹണ്ടിങ് ആണ്. നെയ്മ ഇറങ്ങടാ. ഗൈസ് നെയ്മോടെ മണ്ണപ്പം ചുട്ട് കളിക്കുന്നുണ്ട്. ഗൈസ് ആ പൊട്ട് പോലെ കാണുന്നത് ഞാൻ തന്നെയാണ്. മണ്ടത്ര ചെയ്യുള്ളൂ. ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ഒരാൾ വിളിച്ചിരിക്കുന്നുണ്ട്. നമുക്കതിനെ പുറത്തിരിക്കണം. കണ്ടിൽക്കാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞോ. അപ്പൊ പിന്നെ ആ ഭാഗത്ത് ഉണ്ടാവുള്ളൂ. ഓ രാഹുൽ എറിഞ്ഞിട്ടുണ്ട്. രാഹുലിന്റെ എത്ര പോയിട്ടുണ്ട്. അടുത്ത മത്സരം, അടുത്ത കോമ്പറ്റീഷൻ, അടുത്ത ഇർഷാദ്, അടുത്ത് തോർത്ത് കൊണ്ടിട്ട് ആള് വരുന്നുണ്ട്. ആരാണ് ഏറ്റവും കൂടുതൽ ഇത് ദൂരെ ചാടി ചാടി പോവാന്നുള്ളതാണ്. ആ എടാ മോനെ ഇർഷാദ് കപ്പ്. നെയ്മെ പോയി, എൻ്റെ പോയി. നെയ്മെ എൻ്റെ പോയി. നെയ്മെ ഇർഷാദ് അത് എടുത്തിരിക്കുന്നു. ആ നെയ്മർ റെക്കോർഡ് തകർക്കുന്നുണ്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഏത് കല്ലെറിഞ്ഞു കഴിഞ്ഞാലും ഇല്ലടാ തകർന്നിട്ടില്ല. അത് തകർക്കാൻ പറ്റുന്ന ഒരേ ഒരാളല്ലോ. ആളിപ്പോ ക്യാമറ എടുത്തോണ്ടിരിക്കുകയാണ്. വേറെ ഓപ്ഷൻ അല്ല ഗൈസ്. ചെക്കന്മാർ ഞണ്ട് കണ്ടെത്തുന്ന പറയണ്. നോക്കാം. വിജാ ഇതെന്താടത്? ഞണ്ടിന്റെ അവശിഷ്ടം. കമ്മോൺ, ഒരു ഞണ്ടിനെ പോലും നമുക്ക് കിട്ടില്ലല്ലോ ഗൈസ്. അങ്ങ് ആഴക്കടലിൽ ഒരാൾ ഞണ്ടിനെ തരുന്നു. എവിടെയെങ്കിലും ഒരു ഞണ്ടുണ്ടെങ്കിൽ ഞാൻ മൂങ്ങി തപ്പിക്കൊണ്ടോടാ. ഓ നരൻ, ഒരു ജന്മം താണ്ടിയ നരൻ. ഓ നരൻ, ഞാനൊരു നരൻ. ഗൈസ് ഒരു ഞണ്ട് പോലും കിട്ടില്ല ഗൈസ്. ഒരു കക്കറച്ച് നമുക്ക് കിട്ടി. ഒരു കക്ക കിട്ടിയിട്ടുണ്ട്. ക്രോസ്റ്റ് ആക്കാന്നുള്ള പ്ലാനാണ് ഗൈസ്. ഇതാണ് ഫാസ്റ്റ് ബോട്ട്. സ്പീഡിലാണ് പോണത്. നമുക്കിങ്ങനെ പോകാൻ പറ്റില്ല. നമുക്ക് പിന്നാലെ പോകാം. രാവിലെ എവിടെ ഗൈസ്? രാവിലെ ഇവിടെ വണ്ടി റോഡ് ഉണ്ട്. അവന്നോന്ന് ഗൈസ് അത്ര ആഗ്രഹങ്ങള്. ഇത്ര കുറച്ചും കൂടി ഉള്ള നാട്ടിക്കത്ത. കോഴിക്കോട് വളരെ അടുത്താണ്. നമ്മൾ നീങ്ങി പോയിട്ട് കണ്ടോ, അവിടെ ഒന്നും കാലത്തില്ല. അത്ര ആഴാ. കര കാണുന്നുണ്ടോ ഗൈസ്? കിലോമീറ്റേഴ്സ്. കുറച്ചും കൂടി അങ്ങോട്ട് നീന്തിയ കരത്തി. എന്റെ കയ്യിലടാ ഗൈസ്. വലിച്ചോണ്ടിണ്ടൊരു മീനെ. ചെറിയ മീനാ. അധികം വലിയ മീനല്ല. ഒരു ഓൾമോസ്റ്റ് ഒരു
ചെറിയ മീന 10 കിലോ ഉണ്ടാവും. പിടിച്ചിട്ട് വെച്ചിട്ട് ചെറുതാ. ഇങ്ങനെ ഒറ്റ കയ്യിൽ നമ്മൾ വലിച്ചോണ്ടിരും മീന. ഗൈസ് ഒരു കാലില്ലാത്തതാണ്. പച്ച കുത്തിയുണ്ടോ? ഒരെണ്ണായിട്ട് വന്നില്ലേ? Your smile lit up like a sunrise glow. ഗൈസ് ഈ കാണുന്നതെല്ലാം കണ്ടൽക്കാടിൻ്റെ ചെടികളാട്ടാ. ഇതാണ് കണ്ടൽക്കാട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ചെറിയ ചെറിയ തൈകളാണ് മുളച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ മരമായതാ ഇതേപോലെ ഇരിക്കും. ഈ സൈഡിലൊക്കെ ഇനി ഉണ്ടാകാൻ പോണതാണ്. ഇങ്ങനത്തെ ഒരു ഏരിയയിൽ തന്നെയാണ് ഈ കക്ക അതേപോലെ ഞണ്ടൊക്കെ ഉണ്ടാവുക. ഹണ്ടർ നിഞ്ച. അങ്ങനെ ഗൈസ് നല്ല ചൂടായി തുടങ്ങി. അപ്പോൾ ഇനി ഞണ്ടൊന്നും കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ വിഷമമൊന്നുമില്ല. കാരണം എല്ലാ ദിവസവും നമുക്ക് മീൻ കിട്ടണമെന്നൊന്നുമില്ല. ഇതേപോലെയൊക്കെ കുറേ ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ കാണാറില്ല. നമുക്ക് ചില ദിവസം നല്ലപോലെ മീൻ കിട്ടും. ഇന്ന് മീനൊന്നും കിട്ടിയില്ല. പക്ഷേ നല്ലൊരു ഫണ്ണായിരുന്നു അത് ദിവസം. നമുക്ക് കുറ്റബോധമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു 1.5 hour നമുക്ക് ട്രാവൽ ചെയ്തിട്ടാണ് ലൊക്കേഷനിലൊക്കെ എത്തി. പക്ഷേ സ്റ്റിൽ വേർത്ത്.